ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ചെമ്പനീർ പൂവ് സീരിയലിനെ സ്നേഹിക്കുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണേ കൂട്ടുകാരെ. ആരും അങ്ങനെ ലൈക്കൊന്നും അടിക്കണില്ല. അങ്ങനെ നമ്മുടെ രേവതിയാണെങ്കിൽ വർഷേനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. വാശിയൊക്കെ മാറ്റി വെച്ചിട്ട് ശ്രീകാന്തുമായിട്ട് വീട്ടിലേക്ക് വരാൻ നോക്ക്. അമ്മയാണെങ്കിൽ അവിടെ ഭക്ഷണമൊന്നും കഴിക്കാണ്ടിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ ഭയങ്കര സങ്കടം ഉണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വർഷയാണെങ്കിൽ പറയുന്നു, അവിടെ നിങ്ങളുടെ ഭർത്താവുള്ള സ്ഥലത്തേക്ക് എങ്ങനെയാണ് വരിക? എൻ്റെ അച്ഛൻ്റെ മുഖമാണ് അടിച്ച് പൊട്ടിച്ചതെന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി പറയുന്നു, വെറുതെ അടിച്ച് പൊട്ടിച്ചല്ലോ, ഞാൻ നിൻ്റെ മാല മോഷ്ടിച്ചിട്ടില്ല. പക്ഷെ നിൻ്റെ അച്ഛൻ ഞാൻ കള്ളിയാണെന്ന് അവിടെ ആളുകൾ മുഴുവനും കേൾക്കാൻ എന്നെ നാണം കെടുത്തിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സമനില തെറ്റിയിട്ടാണ് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. നീ അവിടെ ഉണ്ടായിരുന്ന ഒരാളല്ലേ, നിനക്കൊരു വാക്ക് പറയായിരുന്നല്ലോ രേവതി ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എന്ന്. നീ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ വർഷയ്ക്ക് ഉത്തരമില്ല കേട്ടോ. പിന്നീട് നമ്മുടെ രേവതിയാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ശ്രീകാന്തുമായിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പോവാണ്. ഈ സമയം നമ്മുടെ സച്ചിയാണെങ്കിൽ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോയി ശ്രീകാന്തിനോട് സംസാരിക്കാൻ കേട്ടോ. എടാ, അമ്മ ഒന്നും ഭക്ഷണമൊന്നും കഴിക്കണമെന്നില്ല, അച്ഛനൊക്കെ ഭയങ്കര വിഷമമാണ്, നീ ഈ വാശിയൊക്കെ കളഞ്ഞിട്ട് നിൻ്റെ ഭാര്യനും വിളിച്ചിട്ടൊന്ന് വരാൻ നോക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രീകാന്ത് മെയിൻ ചെയ്യാണ്ട് തലയൊക്കെ ഇങ്ങനെ താത്തിക്കുകയാണ്. അത് കണ്ട സച്ചിയാണെങ്കിൽ ശ്രീകാന്തിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറയണം, എടാ മോനെ വന്നേക്കണോട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിന് വിടുന്ന സമയത്ത് ശ്രീകാന്ത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സച്ചിയുടെ കൈ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് ശ്രീകാന്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാണ് കേട്ടോ. സച്ചിക്കാണെങ്കിൽ അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.